പട്ടാളം റെഡി, വിമാനവും റെഡി. ഇനി മച്ചമ്പി കയറ്റിവിടുന്ന ആളുകൾ എത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ഡൊണാൾഡ് ട്രംപ് ചാർജ് എടുത്ത് 3-ാം ദിവസവും വെറുതെ പറയുക മാത്രമല്ല, ഉത്തരവിറക്കുക മാത്രമല്ല, ആ ഉത്തരവിറക്കുന്നത് പോലെ തന്നെ വേഗത്തിൽ മറ്റൊരു ചിന്തകൾക്കും ഇട നൽകാത്ത വിധം വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് കിടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ തെക്കൻ മേഖലയിലേക്ക് 1500 പട്ടാളത്തെ അയച്ച് കുടിയേറ്റ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തുകയും അങ്ങനെ വരുന്നവരെ ഡിറ്റൻഷനിൽ വെക്കാനുള്ള കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേഗം കൂട്ടുകയാണ്. ഇപ്പോ അമേരിക്കയുടെ തെക്കേ അതിർത്തിയിൽ ഏതാണ്ട് 5000-ഓളം സൈനികർ അണിനിരന്നിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകളിൽ കാണുന്നത്. എന്ന് മാത്രവുമല്ല, ഏതാണ്ട് 2 വിമാനങ്ങൾ എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് മച്ചമ്പി. റെഡിയാക്കിയാൽ ഉടൻ തന്നെ ആളുകളെ കുളിപ്പിച്ച് പുയ്യാപ്പിളയാക്കി വേഗത്തിൽ വണ്ടിയിൽ അവരവരുടെ നാടുകളിലേക്ക് അയക്കാൻ ഉള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് മച്ചമ്പി വന്നിരുന്നെങ്കിൽ ഒരു പുൻപൊലരി കാണാമായിരുന്നു എന്ന ആഹ്ലാദത്തിൽ ഒരുപാട് സന്തോഷിച്ചവരും കൈയടിച്ചവരുമൊക്കെയായ നമ്മുടെ ദേശീയ ഭാരതീയർക്കും അല്പം ആശങ്കയുണ്ട്. ആശങ്ക വേറൊന്നുമല്ല, ട്രംപിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 7 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ടെന്നാണ് അദ്ദേഹവും ഏജൻസിയും പറയുന്നത്. ഇന്ത്യൻ അധികൃതരാവട്ടെ അത് 2.5 ലക്ഷത്തോളം വരുമെന്ന് കണക്കാക്കുന്നു. ഇനി ഇതെല്ലാം കൂടാതെ തന്നെ ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുന്നവർ ഏതാണ്ട് 5000 മുതൽ 20,000 വരെയുള്ള ആളുകൾ വിവിധങ്ങളായ ഡിറ്റൻഷൻ സെന്ററുകളിലൊക്കെ കഴിയുന്നുണ്ട്. അനധികൃതമായി പോയവരെ പിരിച്ചുവിടുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ജയശങ്കർ അദ്ദേഹത്തിന് വിരോധം ഉണ്ടായാലും മച്ചമ്പിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ആര് വിരോധിക്കുന്നു, ആര് എതിർക്കുന്നു എന്നുള്ളത് മച്ചമ്പിക്ക് ഒരു പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നടപടികളിലേക്ക് കടക്കാനാണ് മച്ചമ്പിയുടെ ശ്രമം. അതിന്റെ ആദ്യഘട്ടമായി ഈ ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുന്ന 20,000 പേരെ പെട്ടെന്ന് തന്നെ മടക്കി അയക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ശ്രമമെന്നാണ് പറയുന്നത്. ഇന്ത്യ എന്ത് വിയോജിച്ചാലും ട്രംപ് മച്ചമ്പിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹം കടുത്ത നിലപാടിലേക്കും പോവുകയാണ്. എന്നാൽ റഷ്യ ട്രംപ് മച്ചമ്പിയുടെ ഭീഷണിയെ പുച്ഛിച്ചു തള്ളി. എന്തെന്ന് വെച്ചാൽ ഉക്രൈനുമായുള്ള യുദ്ധം വേഗം അവസാനിപ്പിച്ചുകൊള്ളണമെന്നും ഇല്ലെങ്കിൽ ഉപരോധവും നടപടികളും കടുത്തതായിരിക്കുമെന്നാണ് മച്ചമ്പി പറഞ്ഞത്. എന്നാൽ റഷ്യയുടെ മേൽ ഇപ്പോൾ തന്നെ ഉപരോധമുള്ളതുകൊണ്ട് ഇനി വാണിജ്യ തീരുവയോ അല്ലെങ്കിൽ ഇറക്കുമതി തീരുവയോ ഒന്നും കാണിച്ച് റഷ്യയെ ഭയപ്പെടുത്താനാവില്ല. അപ്പൊ ചുരുക്കത്തിൽ ചൈനയോടും റഷ്യയോടുമൊക്കെയാണ് വലിയ ഭീഷണി മുഴക്കുന്നതെങ്കിലും അവർ ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ നീക്കാൻ കരുത്തുള്ളവരാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അപ്പാടെ അമേരിക്കൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചാൽ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ നല്ലൊരു ശതമാനം അടുക്കളയിലും പ്രശ്നമുണ്ടാവും. കാരണം അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾ അവർക്ക് വാങ്ങാൻ കഴിയുന്ന ന്യായമായ വിലയ്ക്ക് കിട്ടിയില്ല എങ്കിൽ അത് മറ്റൊരു തരത്തിലെ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ വരട്ടൊക്കെ നടക്കാൻ പോകുന്നത് നമ്മളുടെയൊക്കെ സ്വന്തമാണെന്ന് വിചാരിച്ച മച്ചമ്പിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനായിരിക്കും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. രാഷ്ട്രീയവും ഗോഗ്വാവിളികളുമൊക്കെ എന്താണെങ്കിലും എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ചൂളയിലിട്ടാൽ അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. എന്തൊക്കെയാണ് മച്ചമ്പി ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം.